ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഒട്ടും തന്നെ കയ്പില്ലാതെ വളരെ രുചികരമായിട്ട് നല്ലൊരു പാവയ്ക്ക കറി ഇങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. പാവയ്ക്ക ഇഷ്ടമില്ലാത്തവർക്ക് കൂടി ഇതുപോലൊരു കറി തയ്യാറാക്കി കൊടുക്കൂ, പിന്നെ പാവയ്ക്ക അവരുടെ ഫേവറേറ്റ് ആയിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ. കൂടെ തന്നെ ആ തൊട്ടടുത്ത് കിടന്ന ബെല്ലൈക്കനിൽ ഓൾ മറക്കാതെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോയാലോ. നമ്മുടെ ഈ പാവയ്ക്ക കറി തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു 350 ഗ്രാം അളവിൽ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. പാവയ്ക്കാന്നും കൈപ്പയ്ക്ക എന്നൊക്കെ പറയും, പല സ്ഥലങ്ങളിൽ പല പേരിലാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഇളം ഗ്രീൻ കളറിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുള്ള പാവയ്ക്ക. അതെല്ലാം നമ്മുടെ കടും പച്ച കളറിലുള്ള പാവയ്ക്ക ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല, ഏത് പാവയ്ക്കയിലും തയ്യാറാക്കാവുന്നതാണ്. അപ്പോൾ ഇനി ഇത് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വട്ടത്തിൽ ഞാനിപ്പോൾ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇതുപോലെ വട്ടത്തിന് ഞാൻ നമ്മുടെ പാവയ്ക്ക എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് തിന്നായിട്ട് കനം കുറഞ്ഞിട്ട് അങ്ങനെ അരിയേണ്ട ആവശ്യമില്ല. ഈ ഒരു കനത്തിൽ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. ഇതുപോലെ ഈ ഒരു കനത്തിൽ. അപ്പോൾ ഇതിനുള്ളിൽ ഹാർഡായിട്ടുള്ള കുരു ഉണ്ടെങ്കിൽ ആ കുരുവൊക്കെ നമ്മളൊന്ന് മാറ്റിയേക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിനുള്ളിൽ ചെറിയ കുരുവൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതിൻ്റെ ആ പാവയ്ക്കയുടെ ആ ഒരു കയ്പ്പ് കളയാനായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വളരെ കുറച്ച് മാത്രം, ഒരു 2-3 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഈ ഒരു രീതിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒരു അരമണിക്കൂർ നമുക്കിതിങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ആ ഒരു സമയം കൊണ്ട് നമ്മുടെ ഈ പാവയ്ക്കയുടെ കയ്പ്പൊക്കെ ഏകദേശം ഒന്ന് മാറിയിട്ടുണ്ടാവും. ഇതിപ്പോൾ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് ഒരു 3-4 തവണ നമ്മളിതൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. കാരണം നമ്മളിതിലേക്ക് കുറച്ചധികം ഉപ്പിട്ടിട്ടല്ലേ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഉപ്പ് ഇതിലുണ്ടാവും. അപ്പോൾ അതൊന്ന് മാറാനായിട്ട് ഒരു 3-4 വെള്ളം നമ്മളൊന്ന് കഴുകിയെടുക്കാം. ഇതുപോലെ നന്നായിട്ട് നമ്മുടെ ഈ പാവയ്ക്ക എല്ലാം ഞാനൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്, വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഒരു 3-4 വെള്ളത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിൽ അത്യാവശ്യം വെള്ളം ഇങ്ങനെ ഉണ്ടാവും. ആ വെള്ളം ഒന്ന് വാർന്നു പോകാനും പാകത്തുള്ള ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി വെക്കാം നമുക്ക്. അതിനുശേഷം പിന്നെ ഇനി വേണ്ടത്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ ഒരു 3-4 ടേബിൾ സ്പൂൺ അളവിൽ മാത്രം വെളിച്ചെണ്ണ മതിയാവും. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് പാവയ്ക്ക ചേർത്ത് കൊടുക്കാം. പാവയ്ക്ക ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ച് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. ഇതുപോലെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇതിൻ്റെ കളർ ലൈറ്റായിട്ടൊന്ന് ചേഞ്ച് ആക്കി കിട്ടണം കേട്ടോ. അപ്പോൾ അതുവരെ ഒന്ന് വറുക്കേണ്ടതായിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഒന്ന് മാറി കിട്ടിക്കോളും. ഒരുപാട് ഫ്ലെയിം കുറച്ച് വയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. ഈ ഒരു രീതിക്ക് ഒരു അല്പസമയം നമ്മളൊന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ പാവയ്ക്കയുടെ കളറൊക്കെ ലൈറ്റായിട്ടൊന്ന് മാറി തുടങ്ങും. നന്നായിട്ട് ഈ പാവയ്ക്ക എല്ലാം ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിത് എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് നമ്മളിതാ പാവയ്ക്ക വറുത്ത് മാറ്റിയ ആ ഒരു ബാക്കിയുള്ള എണ്ണ ഉണ്ടല്ലോ, അതിലേക്ക് നമുക്ക് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകമാണ് കേട്ടോ, അതുകൂടി ചേർക്കാം. കൂടെ തന്നെ പിന്നെ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു 10-15 അളവിൽ വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കുകയാണ്. വെളുത്തുള്ളി അല്ലിയും ചേർത്ത് കൊടുത്തിട്ട് ലൈറ്റായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം എല്ലാ സമയത്തും മീഡിയത്തിൽ തന്നെ വെച്ചിരിക്കാവുന്നതാണ് കേട്ടോ. ഒരുപാട് കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല. ഈ ലൈറ്റായിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാം. ചെറിയ ഉള്ളി വന്നിട്ട് ഇതുപോലെ ഒരു 15ഓളം അളവിലെടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കാം. ചെറിയ ഉള്ളിയും ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു സവാള ഇതുപോലെ ചെറിയ രീതിയിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരേ ഒരു സവാള, അത്യാവശ്യം വലിയ സവാളയിലൊന്നും എടുത്തിട്ടുണ്ട്, അതുകൂടി നമുക്കിതിലേക്ക് ചേർക്കാം. സവാളയും ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മുടെ ഈ സവാളയുടെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ടൊന്ന് മാറി വരട്ടെ. ചെറിയുള്ളി നമുക്ക് ചെറുതായിട്ട് അരിയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതുപോലെ തന്നെ മുഴുവനായിട്ട് തന്നെ ചേർക്കാവുന്നതാണ്. അത്യാവശ്യം വലിയ ചെറിയുള്ളി ആണെന്നുണ്ടെങ്കിൽ മാത്രം പകുതി അളവിൽ നമുക്കൊന്ന് അരിഞ്ഞ് ചേർക്കാം. അതല്ല നമുക്കത് ചെറിയ പീസാക്കിയിട്ട് അരിയേണ്ട ആവശ്യമില്ല. കറി വെച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ചെറിയുള്ളിയൊക്കെ കഴിക്കാനായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതങ്ങനെ തന്നെ കിടന്നോട്ടെ.
കുറച്ച് സമയം ഒന്ന് വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചെറിയുള്ളിയും അതുപോലെ തന്നെ സവാളയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് വഴണ്ട് കിട്ടും. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുകയാണ്. ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞിട്ടുള്ള മുളക് പൊടിയാണ്, അതിൻ്റെ പേരിലാണ് 1.5 ടേബിൾ സ്പൂൺ അളവിൽ ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 2.5 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ എരിവിനനുസരിച്ചിട്ടും ചേർക്കാവുന്നതാണ്. ഇത് ഇച്ചിരി എരിവ് കുറവാണ്, അതിൻ്റെ പേരിലാണ് ഈ ഒരു അളവിൽ ചേർത്തിട്ടുള്ളത്. കൂടെ തന്നെ അതേ അളവിൽ നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ആവശ്യമായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം പൊടിച്ചതാണ്. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി. ഇത്രയും മസാലകളും ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. ഇതുപോലെ ഒരല്പസമയം മാത്രം ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ മസാലയുടെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ അതിൻ്റെ കളറും ലൈറ്റായിട്ടൊന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ചെറിയ തക്കാളിയിൽ ഒരു 2 തക്കാളി ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അതുകൂടി ചേർക്കാം. നമ്മളിതിലേക്ക് ചേർത്തിട്ടുള്ള തക്കാളിക്ക് അധികം പുളിയില്ലാത്ത തക്കാളിയാണ്, നാടൻ തക്കാളിയല്ല എടുത്തിട്ടുള്ളത്. അപ്പോൾ തക്കാളിയുടെ പുളി നോക്കിയിട്ട് വേണം ആ അളവ് ചേർക്കാനായിട്ട്. നല്ല പുളിയുള്ള തക്കാളിയാണെന്നുണ്ടെങ്കിൽ ഒരേ ഒരു തക്കാളി മതിയാവും. തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നീട് മസാലകൾ ചേർക്കാൻ വേണ്ടി നിൽക്കരുത്. എങ്കിൽ പിന്നെ ആ മസാലയുടെ ആ ഒരു പച്ചമണം മാറിക്കിട്ടാനായിട്ട് ഒരുപാട് സമയം എടുക്കും. അതിൻ്റെ പേരിൽ ആദ്യം തന്നെ നമ്മൾ മസാലകളൊക്കെ ചേർത്ത് കൊടുത്തു ഒന്ന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം നമുക്ക് തക്കാളി ചേർക്കാവുന്നതാണ്. ഇതുപോലെ ഒരല്പസമയം മാത്രം ഞാനൊന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ആ തക്കാളിയുടെ ആ ഒരു പച്ച ടേസ്റ്റ് എല്ലാം ഒന്ന് മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം ആകുമ്പോഴത്തേക്കും ഇനി നമുക്ക് വേണ്ടതാണ് ഇതുപോലെ ചെറിയൊരളവിൽ മാത്രം പുളിയും കൂടി. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ആ പുളിവെള്ളം ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ തന്നെ ഇതിലേക്കും ആവശ്യമായിട്ടുള്ള വെള്ളം കൂടി ചേർക്കാവുന്നതാണ്. ഇതുവരേക്കും നമ്മളിതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും ചേർത്ത് കൊടുത്ത ശേഷം നല്ല രീതിക്ക് തന്നെ ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തന്നെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ തന്നെ ഇരിക്കട്ടെ. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് തിളച്ച് വരുന്ന ഈ സമയമാകുമ്പോഴത്തേക്കും നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി. ഈ ഒരു സമയം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുകയാണ്. ഇതുപോലെ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ചാൽ ഒരു 6-7 മിനിറ്റ് നമ്മളിതിങ്ങനെ ഒന്ന് തിളപ്പിക്കണം. അപ്പോൾ തിളപ്പിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഏകദേശം ഒന്ന് വറ്റിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ പുളിവും എരിവും എല്ലാം നമ്മുടെ ഈ പാവക്കയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടാവും. ആ കയ്പ്പ് കംപ്ലീറ്റ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ കുറച്ച് സമയം ഇങ്ങനെ ഇരുന്നൊന്ന് തിളച്ചൊന്ന് വറ്റി കിട്ടട്ടെ. അടച്ചു വെക്കാൻ വേണ്ടി മറക്കരുത്, അടച്ച് തന്നെ വെച്ചേക്കണം. ഇതിപ്പോൾ ഇങ്ങനെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഗ്രേവി എടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ ഗ്രേവിയുടെ തിക്നെസ് കാണുമ്പോൾ തന്നെ അറിയാമായിരിക്കുമല്ലോ, നല്ലതുപോലെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് നമ്മുടെ ഗ്രേവി എല്ലാം. ഈ ഒരു രീതിക്ക് വേണം കേട്ടോ നമുക്കൊന്ന് ചെയ്തെടുക്കാനായിട്ട്. വളരെ രുചികരമായിട്ടാണ് കേട്ടോ നമ്മുടെ ഈ പാവയ്ക്കക്കറി നമുക്ക് കിട്ടുന്നത്. ഒരല്പം പുളി ഇങ്ങനെ ഫ്രണ്ടിൽ നിൽക്കണം, അതാണ് അതിൻ്റെ ഒരു പെർഫെക്റ്റ് ടേസ്റ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. എങ്ങാനും പുളി കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം പുളിയും കൂടി ചേർത്തേക്കണം. പുളി ഇങ്ങനെ മുമ്പിൽ നിൽക്കണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പാവയ്ക്ക വാങ്ങുമ്പോൾ മിക്കവാറും തയ്യാറാക്കുന്ന ഒരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പാവയ്ക്കയുടെ കയ്പ്പ് കൊണ്ട് പലർക്കും ഇഷ്ടമില്ലാത്ത ഒരു വെജിറ്റബിളാണ്, പക്ഷേ ഒരുപാട് വൈറ്റമിൻസ് അടങ്ങിയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ ഇതുപോലെ ഈ ഒരു രീതിക്ക് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറിയൊക്കെ ട്രൈ ചെയ്ത് നോക്കിയേക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം കേട്ടോ. അപ്പോൾ അതുവരെയ്ക്ക് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഫ്രണ്ട്സ്. ടാറ്റാ.